മറ്റൊന്ന് ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വെള്ളക്കെട്ടാണ്. അതിനിപ്പോഴും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് അതിനുവേണ്ടി എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഈ വെള്ളക്കെട്ട് എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ട്, 6 കനാലുകളുടെ പുനരുദ്ധാരണം. അതൊരു നല്ല പദ്ധതിയാണ്. അത്തരം ഒരു ബൃഹത്തായ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വെള്ളക്കെട്ട് നിവാരണത്തിന് ശാശ്വതമായി വരേണ്ടത്. നമ്മുടെ നഗരത്തിൽ വലിയ കനാലുകൾ, 1/2 ഡസനധികം വലിയ കനാലുകളുള്ള നഗരമാണ്, വെള്ളക്കെട്ടുള്ളൊരു നഗരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സമുദ്രനിരപ്പിന് താഴെ ആയതുകൊണ്ട് തന്നെ വേലിയേറ്റ സമയത്ത് മഴ പെയ്താൽ നഗരത്തിന് വെള്ളം ഇറങ്ങിപ്പോവില്ല, കാരണം സമുദ്ര പുഴകളെല്ലാം വേലിയേറ്റത്തിൽ ഇതാക്കി. അതുകൊണ്ട് നമ്മുടെ കനാലുകൾ ചെളി നീക്കി നീരൊഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു നഗരസഭ മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ല. ഇപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്ത് 6 കനാലുകൾ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൃഹത്തായ പ്രോജക്റ്റിലൂടെ അത് പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേ അതിനേക്കാൾ എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ളത് മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ ചലഞ്ചായിരുന്നു. ഞാൻ മേയറായതിനു ശേഷം ഞങ്ങൾക്ക് 30 കിലോമീറ്റർ അപ്പുറത്ത് ബ്രഹ്മപുരം എന്ന് പറഞ്ഞ മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട്. ഞാനും ഡെപ്യൂട്ടി മേയർ ഭദ്ര, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ഞങ്ങളെല്ലാവരും കൂടി അത് സന്ദർശിക്കാൻ പോയി. ഞാൻ വന്നപ്പോൾ കാണുന്നതും തകരാറിലായ പ്ലാന്റും സംസ്കരിക്കാതെ കൂടിയിട്ടുള്ള ജൈവ മാലിന്യങ്ങൾ. അതായിരുന്നു ഞങ്ങളുടെ മുമ്പിലെ ടാസ്ക്. അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. അന്നത്തെ കഴിഞ്ഞ കൗൺസിൽ ഏൽപ്പിച്ച കരാറുകാരനും ശുഷ്കതയോട് ചെയ്യുന്നില്ല. ഞങ്ങളവിടെ നിന്ന് അവിടെ നിന്നും ആരംഭിച്ച് 0-ൽ നിന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങളെ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചു. കൗൺസിൽ 1 വർഷം കൊണ്ട് പതിയെ റിസൾട്ട് വന്ന് അയാൾ നന്നായി ചെയ്തു. കുമിഞ്ഞുകൂടിയ ജൈവമാലിന്യങ്ങൾ ഞങ്ങൾ സംസ്കരിച്ചു. അപ്പോൾ അജൈവ മാലിന്യം പറ്റില്ല, കാരണം അജൈവ മാലിന്യത്തിന് ആവശ്യമായ ഇത് വിൻഡ്രോ കമ്പോസ്റ്റാണ്. ജൈവമാലിന്യം മാത്രം സംസ്കരിക്കുന്ന പ്ലാന്റായിരുന്നു അത്. അതിൽ തകരാറിലുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജൈവമാലിന്യം മാത്രമേ സംസ്കരിക്കാൻ സാധിക്കും. അജൈവ മാലിന്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മറ്റ് മാലിന്യങ്ങൾ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന പരിഹാരം ഉണ്ടായില്ല. ഞങ്ങളവിടെ ആ ജൈവമാലിന്യം വളമാക്കി മാറ്റി അതിന് ബ്രാൻഡ് ചെയ്ത് വിറ്റു. ബ്രഹ്മ എന്ന് പറഞ്ഞ് പേരിട്ട്. അപ്പോഴും അതൊന്നൊരു ശാശ്വതമായ പരിഹാരമല്ല, കാരണം എക്സിസ്റ്റിംഗ് ആ വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് ഞാൻ പറഞ്ഞില്ല തകരാറിലാണ്. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, ഇതിനൊരു പരിഹാരം വേണം. ഒരു ആധുനിക പ്ലാന്റേ പറ്റൂ, കാരണം പണിതത് വിൻഡ്രോ കമ്പോസ്റ്റാണ്, അത് ആധുനികമല്ല, ട്രഡീഷണൽ സംവിധാനമാണ്. അതാണ് തകരാറിലായി. അങ്ങനെ ഞങ്ങളുടെ കൗൺസിൽ 2012 എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് വേസ്റ്റ് ടു എനർജി പ്ലാന്റ്, മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്. ആ തീരുമാനം എടുത്തു. ആ തീരുമാനവും എൻ്റെ മേയർ അനുഭവങ്ങളിൽ ഉണ്ട്. അത് പക്ഷേ എനിക്ക് എൻ്റെ കാലത്ത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ള ദുഃഖമുണ്ട് കേട്ടോ. പക്ഷേ ഒരു വ്യത്യസ്തമായ തീരുമാനം എടുക്കാൻ പറ്റി.